ഹലോ, നാളെ ഇവിടെ ദുർഗാ പൂജയ്ക്കുള്ള സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നാളെ ഇവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് നാളെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദുർഗാദേവി നമ്മളെ തേടി വരുന്നതാണ്. അപ്പം നമുക്ക് നാളെ വൃത്തിയാക്കലോ പരിപാടികളോ ഒന്നും നടക്കില്ല. ഇന്ന് എല്ലാം വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങാൻ. നാളെ രാവിലെ എന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി ദുർഗാദേവി നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് ഇവിടുത്തെ ആചാരം. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ ആയുധങ്ങളായിട്ടുള്ള എടുക്കാം. നമുക്ക് വൃത്തിയാക്കലും തുടങ്ങാം. ഇന്ന് അതാണ് കേട്ടോ വീഡിയോ. പക്ഷേ എല്ലാവരും കൂടെ വരും. നേരെ തന്നെ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർച്ചീഫ് എടുത്തായിരുന്നു കേട്ടോ. കർച്ചീഫ് എടുത്തപ്പോഴത്തേക്കും അത് വന്നിട്ട് നീളം കുറവാണ്. ഇവിടെ ഇതാ ഒരാൾ വന്ന് താഴെ ഒന്ന് ഒളിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതെന്ത് സാധനമാണ്? അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ തൂക്കാനും തുടയ്ക്കാനും ഒന്നും നിൽക്കുമ്പോൾ ഇതൊന്നും വയ്ക്കില്ലല്ലോ. ഇതെന്താ അമ്മ ക്യാമറ ഓണാക്കി വെച്ചിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാണ് ഇവിടെ ഒരാൾ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. കഴിഞ്ഞ് നേരെ നമ്മൾ തോർത്തൊക്കെ എടുത്ത് കെട്ടി നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കുമാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും തോർത്തെടുത്ത് കെട്ടിയിട്ട് നിന്നാൽ മാത്രം പോരാ. ആദ്യം ഈ പൊടി അടിക്കുന്നതിന് മുന്നേ ഈ കിടക്കണ ചേട്ടൻ്റെ യൂണിഫോം എല്ലാം നനച്ച് ഉണങ്ങാൻ കണക്കിന് അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. ഈ കട്ടിയുള്ള യൂണിഫോം ആയതുകൊണ്ട് അത് ഉണങ്ങാൻ നല്ല പാടാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അതിനെ ആദ്യം മടക്കി എടുത്ത് നീറ്റായിട്ട് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എടുത്തിടുമ്പോൾ കഷ്ടമല്ലേ, അത് പൊടി അടിക്കുമ്പോൾ ചൊറിഞ്ഞിട്ടിരിക്കും. അതുകൊണ്ട് പിന്നെ അതിനേക്ക് ആദ്യം എടുത്ത് മടക്കി വയ്ക്കാമെന്ന് കരുതി കേട്ടോ. അതിന് മടക്കുണ്ട്, ആ മടക്ക് തെറ്റാതെ മടക്കിയില്ലെങ്കിൽ പിന്നെ ഇടുമ്പോൾ ഒരു ഭംഗിയാണില്ല. അങ്ങനെ ആദ്യം തന്നെ അതിനെല്ലാം മടക്കി ഓരോ ദിവസത്തിനും ഓരോ യൂണിഫോമാണല്ലോ. അപ്പോൾ ആ യൂണിഫോമിന് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ അങ്ങനെ കണക്കിന് മടക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പാടാവും. അങ്ങനെ ഓരോ ദിവസത്തെ യൂണിഫോമും കറക്റ്റായിട്ട് മടക്കിയിടണം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓണം എങ്ങനെ ആഘോഷിക്കുക അതുപോലെയാണ് അവർക്കിവിടെ ദുർഗാ പൂജ. അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഓണത്തിന് മുന്നേ എല്ലാം വൃത്തിയാക്കി എല്ലാം ഇതാക്കൂല, അതുപോലെ തന്നെയാണ് അവരിവിടെ ദുർഗാ പൂജയ്ക്ക് മുന്നേ ഇവിടെ എല്ലാം നല്ല ഒതുക്കി നല്ല വൃത്തിയാക്കി ഇടും കേട്ടോ. ഇവിടെ പരിസരം എല്ലാം നല്ല വൃത്തിയാക്കി പൂജാ റൂമെല്ലാം വൃത്തിയാക്കും. അടുക്കളയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഓണത്തിന് നമ്മൾ ഡപ്പ ടിന്ന് ഇതൊക്കെ കഴുകി വയ്ക്കില്ല, ഇതുപോലെ എല്ലാം കഴുകി നല്ല നീറ്റാക്കി വലയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ തന്നെ ഇതെല്ലാം മാറ്റി വെച്ച് നേരെ വലയടിക്കാൻ വേണ്ടി കയറിയായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യം തോർത്തെടുത്ത് കെട്ടിയായിരുന്നു. എനിക്ക് തോർത്തെടുത്ത് കെട്ടിയപ്പോൾ ശ്വാസം മുട്ടണു. ഇപ്പോൾ ഈ പനി വന്നിട്ട് എണീറ്റതല്ലേ ഉള്ളൂ. അപ്പോൾ ആ പഴയ ആ പവർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എങ്കിലും നമ്മൾ ദുർഗാപൂജയാകുമ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നേരെ നമ്മൾ ചെയ്തതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ വിശക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഈ പൊടിയും വലയുടെ ഇടയിൽ കൂടെ ആഹാരം കഴിക്കുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്താൽ എനിക്കിത് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ച് കുറച്ച് നിന്ന് ജോലി ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരു കൈ കൊണ്ട് ജോലി ചെയ്യുമെങ്കിലും ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആഹാരം കഴിച്ചിട്ടായിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കഴിച്ച് നിന്ന് ജോലി ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി തീരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വേറെ ആർക്കെങ്കിലും അങ്ങനെയാണോ? ചിലർ എപ്പോഴും എന്നെ ചേട്ടൻ പക്ഷേ വഴക്ക് പറയും, ഈ പൊടിയല്ല ഇതിൽ വന്ന് വീഴില്ല, ഇതല്ലേ നീ കഴിക്കണത്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ വല്ലതും കഴിച്ച് നിന്ന്. പക്ഷേ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്നും അങ്ങനെ കഴിക്കില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ച് കുറച്ച് നിന്നാലേ ഒരു സുഖമുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ഫാസ്റ്റായിട്ട് തോന്നും. അങ്ങനെയൊക്കെയാണ് എനിക്ക്. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റി ശീലങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നേരെ തന്നെ വൃത്തിയാക്കലാണ് കേട്ടോ. ഒരു റൂമിൽ വൃത്തിയാക്കി വലയെല്ലാം അടിച്ച് വൃത്തിയാക്കി. ഇവിടെ നമുക്ക് വല മുകളിൽ മാത്രമല്ല, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം വലയിരിക്കും. അപ്പോൾ ഇതിനെല്ലാം വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വലയടിച്ച് നാളെ നോക്കുമ്പോഴത്തേക്കും നാളെ ഫുള്ള് വലയായിരിക്കും. ആനന്ദകരങ്ങൾ വിശ്രമമാക്കാൻ നമ്മുടെ ഒരു ഡാൻസ് ഞാനും മോളും അവതരിപ്പിക്കുന്ന കുലുക്കി തക്കാത്ത ഡാൻസ്. അതിന് മോളും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ വൃത്തിയാക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാം ചെയ്തിട്ട് അടുത്ത് നേരെ തന്നെ തൂപ്പാണ് കേട്ടോ. തൂത്തും കൂടെ വൃത്തിയാക്കിയാലേ നമുക്ക് ഒരു പരിപാടിയെല്ലാം ആവുള്ളൂ. ഈ വലയെല്ലാം താഴെ വീഴുമ്പോഴത്തേക്കും അതിലെല്ലാം കുഞ്ഞു ചിലന്തികളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെ ആദ്യമേ തന്നെ പുറത്ത് നിന്ന് കളിക്കാൻ വേണ്ടി വിട്ടിട്ടാണ് കേട്ടോ.
വൃത്തിയാക്കാൻ വേണ്ടി കയറി. അല്ലെങ്കിൽ ഇത് വന്ന് ഇവരുടെ ദേഹത്ത് വന്ന് കയറി ഇവർ പിന്നെ ഇനി അടുത്തിനി ചൊറിച്ചിൽ ബഹളം അങ്ങനെ ഓരോ ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പിള്ളേർ രണ്ടുപേരും വെളിയിലാക്കിയിട്ട് പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ കിടന്ന് തുള്ളണത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്ന് വിചാരിക്കും. പാട്ട് സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് തുള്ളി 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 നിന്ന് ജോലി ചെയ്യണത്. അങ്ങനെയെല്ലാം പാട്ടും കൂടെ വച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മളറിയാതെ തന്നെ നമ്മളങ്ങനെ ജോലി ചെയ്തുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം, നമുക്കൊരു ഇതായിരിക്കും. എന്തായാലും ജോലിയും തീരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ദേഹവും നന്നായിട്ട് വീർക്കുന്നുണ്ട്, എക്സസൈസും ആവുന്നുണ്ട്, നമ്മൾ കഴിച്ച ക്രീം പെണ്ണും എല്ലാം അങ്ങനെ തീരുന്നുണ്ടല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം നേരെ പിന്നെ തൂപ്പാണ് കേട്ടോ. തൂത്ത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖ വഴിയായിട്ട് എനിക്കൊരു ജോലി അവിടെ കിടപ്പുണ്ട്. കുറേ ദിവസം പനിയായിരുന്നു, ഏകദേശം ഒരാഴ്ച വരെ എനിക്ക് ടൈഫോയിഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തുണി നനപ്പോൾ ഒന്നും നടന്നിട്ടില്ല. ഇതാ ബണ്ടിൽ കണക്കിനിരിപ്പുണ്ട്, അതിനെല്ലാം ഇനി എടുത്ത് മുക്കി വയ്ക്കണം. അതാണ് അടുത്ത ജോലി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ആകെ കൂടെ ടയേർഡായി കേട്ടോ. ഇതിലുള്ള ഒരുപാട് തുണിയുണ്ട്. പിള്ളേർ അപ്പോഴപ്പോഴാണ് മാറ്റിയിടുന്നത്. ചേട്ടൻ ഓരോ ദിവസം ഇട്ടുകൊണ്ട് പോയ യൂണിഫോമുകൾ എല്ലാം ഉണ്ട്. എല്ലാം മുക്കി വച്ചിരുന്നപ്പോഴേക്കും പിന്നെ തലച്ചുറ്റലായി കേട്ടോ. പിന്നെ നേരെ തന്നെ വന്നൊന്ന് കിടന്ന് കുറച്ച് കഴിഞ്ഞത് ഇവിടെ ഒരാളും കൂടെ വന്ന് പ്രസൻ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞത് പിന്നെ അവർക്ക് വയറ് വിശക്കുന്ന അവർക്ക് രണ്ടുപേർക്കും ചോറ് കൊടുത്തു കേട്ടോ. ചോറ് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ മുക്കി വച്ചിരിക്കുന്നത് മാത്രം പോരല്ലോ, ഇനി അതിനെയൊക്കെ നനച്ചിട്ടുണ്ട്. നേരെ തന്നെ നനയ്ക്കാൻ വേണ്ടി കയറിയായിരുന്നു കേട്ടോ. ശങ്കുടുവിൻ്റെ ചെറിയ കസേര എടുത്തിട്ട് ഇതുപോലെയാണ് ഞാൻ നനയ്ക്കാറ്. നനച്ചെല്ലാം വിരിച്ചിട്ടപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ നനച്ചിട്ട തുണിയാണ്. ഇത് കാണുമ്പോൾ അയ്യോ ഇതെല്ലാം നനച്ച് തീർത്തല്ലോ എന്നൊരു സന്തോഷം. എന്നിട്ട് നേരെ തന്നെ പോയി ഫ്രഷായി ഭഗവാന്റെ പ്രസാദമൊക്കെ എടുത്തിട്ട് പിന്നെ ചേട്ടന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനി ചേട്ടൻ വന്നതിന് ശേഷം ചോറ് കഴിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.